ഹായ് ഡിയേഴ്സ്, അവളിടം ബൈ നീതുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചിക്കൻ്റെ റെസിപ്പിയാണ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ ടിക്ക മസാല. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നണില്ലേ? അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. എന്നിട്ട് നിങ്ങളിത് ഉണ്ടാക്കി നോക്കാൻ മറക്കരുതേ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 500 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കന് അത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് തൈര് ചേർക്കണം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി വേണം, കാശ്മീരി മുളക് പൊടിയാണ്, അത് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി വേണം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് വേണം, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ എല്ലായിടത്തും എത്താനായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് 30 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം, റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അടച്ച് വെച്ച് നമുക്ക് 30 മിനിറ്റ് വെക്കാം. ഇപ്പോൾ 30 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. അതൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ്റെ പീസുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ ചെറിയ കളർ ഷെയ്ഡിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതേപോലെ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 5 മിനിറ്റ് നേരം കൂടെ കുക്ക് ചെയ്തിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ സമയം കൊണ്ട് തന്നെ ചിക്കൻ ഇത് കുക്കായിട്ടുണ്ടാവും. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് 2 വലിയ സവാള ചെറുതായിട്ട് കുഞ്ഞതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ തക്കാളിയും കൂടെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. അത് പൊട്ടിയതിന് ശേഷം സവാള അരിഞ്ഞതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് കളറൊന്ന് മാറി വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 1.5 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് നല്ല പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഈ തക്കാളിയുടെ പേസ്റ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരണം. അതുവരെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ മറന്നേ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും, പിന്നെ 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഗരം മസാല പൊടിച്ചതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മസാലയ്ക്കുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി പച്ചമണം മാറിയതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ നമ്മൾക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ ചിക്കനിൽ ഈ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കുന്ന പോലെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിനകത്തേക്ക് 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കസൂരി മേത്തി ചേർക്കുന്നുണ്ട്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കയ്യിൽ വെച്ചൊന്ന് തിരുമ്മിയെടുത്തതാണ്. അതിനകത്തേക്ക് 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കസൂരി മേത്തി ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ല ഫ്ലേവർ കിട്ടുക. എന്നിട്ട് നമുക്കിത് തീയൊന്ന്
ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് കറി ഒരു ചെറിയ ഗ്രേവി ടൈപ്പ് ആയിരിക്കും കറി ഉണ്ടായിരിക്കുക. അപ്പോൾ ഗ്രേവി കൂടുതലാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് അപ്പത്തിൻ്റെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നല്ല അടിപൊളിയാണ് കഴിക്കാൻ. നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. അതുകൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.